എറണാകുളം മലയിടം തുരുത്ത് പാര്യത്തുകാവിൽ കുടിയൊഴിപ്പിക്കലിനായി സുപ്രീംകോടതി നിയോഗിച്ച അഡ്വക്കേറ്റ് ജയപാലൻ കമ്മീഷൻ സ്ഥലത്തെത്തി. സിപിഐഎമ്മിന്റെ നേതൃത്വത്തിൽ പ്രദേശവാസികൾ പ്രതിഷേധിക്കുകയാണ്. ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് 14 തവണ ഉദ്യോഗസ്ഥർ നടപടി പൂർത്തിയാക്കാതെ മടങ്ങിയിരുന്നു. ആൻമരിയ സണ്ണി വിവരങ്ങളുമായി. ആൻമരിയ, ഇതിൽ ഉത്തരവുണ്ട്, പക്ഷേ പ്രദേശവാസികൾ ഉൾപ്പെടെ അത് നടപ്പാക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ളതാണോ? ഇന്നും പ്രതിഷേധമാണോ? അനുജ, തീർച്ചയായിട്ടും പ്രതിഷേധം ഇപ്പോഴും കനക്കുകയാണ്. പക്ഷേ ഈ കഴിഞ്ഞ 14 തവണയും നമ്മൾ കണ്ട ഒരു നടപടിക്രമങ്ങളിൽ ആ രീതിയിലല്ല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം പോലീസിന്റെ വലിയ സന്നാഹം സ്ഥലത്തുണ്ട്. അത് വരുൺ ഉൾപ്പെടെയുള്ളവ സ്ഥലത്തെത്തിച്ചുകൊണ്ടാണ് പോലീസ് ഇത്തവണ ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത്. അഡ്വക്കേറ്റ് കമ്മീഷനും സ്ഥലത്തെത്തിയിട്ടുണ്ട്. ജയപാലൻ ആദ്യം മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഇന്ന് എന്തൊക്കെ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും കോടതി വിധി നടപ്പിലാക്കും, പ്രതിഷേധക്കാർ അത് നടപ്പിലാക്കണം, അല്ലെങ്കിൽ അതൊരു ക്രിമിനൽ കുറ്റമാകും എന്ന തരത്തിലാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് കമ്മീഷനും മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഇവിടെ കാണുകയാണ് എങ്കിൽ 8 കുടുംബങ്ങളാണ്, 8 പട്ടികജാതി പട്ടികവർഗ കുടുംബങ്ങളാണ് ഈ മലയുടെ തുരുത്ത് പാര്യത്തുകാവിലുള്ളത്. ഇത് നൂറ്റാണ്ടുകൾക്കും ഏകദേശം 120 വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്ന ഇവരുടെ 3ാം തലമുറയാണ് ഇവിടെ ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. 81 മുതൽ പ്രതിഷേധങ്ങൾ നടക്കുന്നു, കേസുകൾ നടക്കുന്നു. പിന്നീട് അത് ഹൈക്കോടതിയിലെത്തി. ഹൈക്കോടതി വിധി ഈ കുടുംബങ്ങൾക്കെതിരായിട്ട് വരുന്നു. പിന്നീട് അത് സുപ്രീം കോടതിയിലേക്ക് പോകുന്നു. പക്ഷേ അപ്പോൾ സുപ്രീം കോടതിയും ഈ ഹൈക്കോടതി വിധി ശരിവെച്ചുകൊണ്ട് ഇവരുടെ തള്ളിക്കളയുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. എന്നിരുന്നാൽ പോലും ഈ കുടുംബങ്ങൾ പറയുന്നത് ഇവർ കുടിയൊഴിപ്പിക്കുകയാണ് എങ്കിൽ പോലും അതിന് ഞങ്ങൾ തയ്യാറാണ്, പക്ഷേ അവർക്ക് അതിനുള്ള ഒരു പുനരധിവാസം അത് ഒരുക്കി കൊടുക്കണമെന്ന് പറയുന്നു. ഈ കോടതി വിധിയാണ്, കോടതിയാണെങ്കിൽ പോലും ഇത് അളന്ന് തിട്ടപ്പെടുത്തണമെന്നുള്ള ഒരു കാര്യം രേഖപ്പെടുത്തിയിരുന്നു. കളക്ടറുടെ നേതൃത്വത്തിൽ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കാനിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ വീണ്ടും കോടതി ഉത്തരവ് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് അഭിഭാഷക കമ്മീഷൻ ഇപ്പോൾ മലയുടെ തുരുത്ത് പാര്യത്തുകാവിലേക്ക് എത്തിയിരിക്കുന്നത്. രാവിലെ മുതൽ തന്നെ പ്രതിഷേധക്കാർ നമ്മൾ എല്ലാ തവണയും കാണുന്നത് പോലെയുള്ള ഈ കോളനിയിലേക്ക് കടക്കുന്ന ആ കനാലിന് ചുറ്റും നിരന്നു നിന്നുകൊണ്ട് അത് കുടുംബങ്ങളും സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, പുരുഷന്മാരുണ്ട്, അതോടൊപ്പം തന്നെ സിപിഎം ഏരിയ കമ്മിറ്റിയും ഉണ്ട്. വലിയ തരത്തിലുള്ള പ്രതിഷേധം ഇപ്പോഴും ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ചേച്ചി, പ്രതിഷേധം തുടരും, ഒഴിഞ്ഞു പോകും. ഞങ്ങൾ 100 വർഷം ഇവിടെ കിടപ്പുടങ്ങിയിട്ട് 1 വർഷം വന്ന് വരപൊടങ്ങിയിട്ട് ഞങ്ങൾ ഇവിടുന്ന് മാറില്ല. ചത്താലും ശരിയാ. ഇവർ പറയുന്നത് നിങ്ങൾ മാറും എന്നാ പറയുന്നത്. ഇല്ല 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 ഇല്ല, ഞങ്ങൾ മാറില്ല. ചേട്ടാ, ഇവിടുന്ന് മാറും, ഇവിടുന്ന് മാറിക്കൊടുക്കും. മാറിയിട്ട് എങ്ങോട്ട് പോകാനാ? മാറിയിട്ട് എവിടേക്ക് പോണ്? അല്ല, മാറിയിട്ട് എവിടേക്കാ പോണത്? ഇവിടെ കിടക്കാൻ വേറെ സ്ഥലം വേണ്ടേ? അതിനൊരു പരിഹാരം ഉണ്ടാക്കട്ടെ. അതിന് തന്നെ അല്ലാതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആദ്യം അതിനൊരു പരിഹാരം വേണം. ഇവർ പറയുന്നത് അത് തന്നെയാണ്. ഇവർക്കൊരു പുനരധിവാസം ഒരുക്കിയിട്ടില്ല. അതുമായി ബന്ധപ്പെട്ടിട്ട ചർച്ചകൾ പോലും നടന്നിട്ടില്ല. അപ്പോൾ ഈ 8 കുടുംബങ്ങൾ ഇവിടെ നികത്തിയിട്ടുണ്ട് എങ്കിൽ ഇവിടെ നിന്നും എങ്ങോട്ട് പോകും എന്നൊരു ചോദ്യമാണ് അവർ ചോദിക്കുന്നത്. ഇത് 3ാം തലമുറയാണ്. അപ്പോൾ ആലോചിക്കുക, എത്ര കാലമായിട്ട് ഇവിടെ താമസിക്കുന്ന ആളുകളാണ് എന്നുള്ള കാര്യം. ഒരു പുനരധിവാസവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചർച്ചയടക്കമുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എങ്കിൽ ചിലപ്പോഴെങ്കിൽ ഈ കോടതി വിധി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് അവർക്ക് കടക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമായിരുന്നു. ഞാൻ ആദ്യം സൂചിപ്പിച്ചത് തന്നെയാണ്, കഴിഞ്ഞ 14 തവണ കാണുന്നതിനേക്കാളും വലിയ തരത്തിലുള്ള പ്രതിഷേധം, അതോടൊപ്പം തന്നെ അഭിഭാഷക കമ്മീഷന്റെ നേതൃത്വത്തിലുള്ള വലിയ തരത്തിലുള്ള സന്നാഹവും ഇവിടെയുണ്ട്. എത്രത്തോളം ഇവരെ അടിച്ചമർത്താൻ വേണ്ടി അല്ലെങ്കിൽ ഇവരെ അടിച്ചോടിക്കാൻ വേണ്ടി ഇവിടെ നോക്കിയാൽ പോലും ഇവിടെ നിന്ന് മാറുകയില്ല. തങ്ങളുടെ മരണം ഇവിടെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ കോളനി അവർ ഒഴിഞ്ഞു കൊടുക്കുകയില്ല എന്ന് പറയുന്നു. ഇല്ലെങ്കിൽ തങ്ങൾക്ക് താമസ സ്ഥലം ഒരുക്കണമെന്നുള്ള കാര്യവും ഇവിടെ എന്തായാലും സൂചിപ്പിക്കുന്നുണ്ട്. അനുജ, പ്രതിഷേധം തുടരുകയാണ്. അതാണ്. ഇതിൽ ഇപ്പോൾ എത്ര കുടുംബങ്ങളെയാണ്? എനിക്ക് തോന്നുന്നു 7 കുടുംബങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു. അത്രയും ആളുകളെയാണോ ഇത് ബാധിക്കുന്നത്? അവർക്കാണോ ഒഴിയേണ്ടി വരുന്നത്? അഡ്വക്കേറ്റ് കമ്മീഷന്റെ തുടർ നടപടികൾ എങ്ങനെയാകും? ഈ പ്രതിഷേധത്തിൽ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ലല്ലോ. മുൻപ് പലകുറി അവർ മടങ്ങിപ്പോകേണ്ട സാഹചര്യം വന്നതാണ്. അനുജ, 8 കുടുംബങ്ങളാണ്. 7 എന്നുള്ള കണക്കാണ് നിലനിൽക്കുന്നതെങ്കിൽ പോലും ഇതിൽ 8ാമതായിട്ടുണ്ടായിരുന്ന, അതായത് ഈ കുടുംബത്തിൽ ഇവരുടെ കേസുമായി മുന്നോട്ട് പോയിരുന്ന ആള് മരണപ്പെട്ടു. പക്ഷെ അവരുടെ കുടുംബവും ഇവിടെ താമസിക്കുന്നുണ്ട്. അങ്ങനെ ഇവർ പറയുന്ന കണക്ക് പ്രകാരമാണ് എങ്കിൽ 8 കുടുംബങ്ങളാണ് നിലവിൽ ഈ സ്ഥലത്തുള്ളത്. ഈ നടപടിക്രമങ്ങൾ ആദ്യഘട്ടത്തിൽ ഈ 14 തവണയും ഇവരുടെ ഈ കാര്യം അറിയിച്ചതാണ്. അപ്പോഴൊന്നും ഒഴിപ്പിക്കൽ നടപടി സാധ്യമാകാത്തത് കൊണ്ട് തന്നെ അഭിഭാഷക കമ്മീഷന് വലിയ തരത്തിലുള്ള വിമർശനം കോടതിയുടെ ഭാഗത്തു നിന്നുമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഒഴിപ്പിക്കുക എന്നുള്ളത് അഭിഭാഷക കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണ് എങ്കിൽ അത് നിർണായകമാണ്. പക്ഷെ ഒഴിഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവർ തയ്യാറാകുന്നുമില്ല. അത് ഞാൻ ആദ്യം സൂചിപ്പിച്ച ഒരു കാര്യം തന്നെയാണ്. അത് ഇവർക്കൊരു പുനരധിവാസം ഒരുക്കി കൊടുത്താൽ അവർ പോകും. വീണ്ടും പ്രതിഷേധം ശക്തമാവുകയാണ്. ചേട്ടാ, ഒഴിഞ്ഞു പോകണമെന്നാണ് പറയുന്നത്. നടക്കില്ല, ഒഴിഞ്ഞു ഞങ്ങൾ പോവില്ല. ആരും പോവില്ല, ഇവിടെ നിന്ന് ആരും പോവില്ല. ആരൊക്കെ എന്തൊക്കെ സമരം ചെയ്താലും സമരത്തിനെതിരായാലും ഈ കമ്മീഷൻ തനി കുണ്ടാപ്പണി എടുക്കണമെങ്കിൽ ഞങ്ങളും കുണ്ടാൻ എടുക്കും. ഒരു മാറ്റമില്ല കാര്യത്തിൽ.
കമ്മീഷൻ ജനാധിപത്യ രീതിയിലാണെങ്കിൽ ജനാധിപത്യം, പോലീസായാലും അങ്ങനെ തന്നെയാണ്. ഞങ്ങളവിടെ തല്ലി ഞങ്ങളെ കൊല്ലണം, അല്ല ഞങ്ങൾ ഉള്ളിൽ കിടക്കാൻ സമ്മതിക്കില്ല. പുനരധിവാസം എന്തെങ്കിലും ഒരുക്കി തന്നിട്ടുണ്ട്? പുനരധിവാസം ഒന്നും ഒരുക്കിയിട്ടില്ല. ഇതേവരെ അവർ ഇതൊരു കാര്യം തുടങ്ങിയിട്ടുണ്ട്. ഇത് സർക്കാർ പുറമ്പോക്കാണെന്ന് പറയുന്നു. അത് അളന്ന് തിട്ടപ്പെടുത്തിയിട്ടില്ല. ഇപ്പോഴും കോടതിയിൽ വിധിയുണ്ട് അളന്ന് തിട്ടപ്പെടുത്താനുള്ളതും. കളക്ടറിന് ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. കളക്ടറിന്റെ ഓർഡറും ഉണ്ട് അളന്ന് തിട്ടപ്പെടുന്നത്. അത് ഇതുവരെയായിട്ടും ചെയ്തിട്ടില്ല. പിന്നെ എന്തിന്റെ പേരിലാണ് ഈ പുറമ്പോക്ക്? ഇത് ഓൾറെഡി 19 ഏക്കർ പുറമ്പോക്കാണ്. തിരുവനന്തപുരത്തെ സ്കെച്ചും കാര്യങ്ങളും ഉൾപ്പെടെ പുറമ്പോക്കാണിത്. അളക്കാൻ കളക്ടർ ഓർഡർ ഉള്ളതാണ്. ഇതുവരെ അളന്നിട്ടില്ല. ഹൈക്കോടതി ഓർഡറും ഉള്ളതാണ്. ഇതുവരെ അളന്നിട്ടില്ല. ഞങ്ങളുടെ മാത്രം അളന്ന് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങണമെന്ന് എന്താ ഇത്ര നിർബന്ധം? കാശിന്റെ പുറത്ത് മറിയുന്നതാണ്. അത് ഇപ്പൊ കുറച്ച് കഴിയുമ്പോൾ കാണാൻ നിങ്ങൾക്ക് എങ്ങനെ കാര്യങ്ങൾ എങ്ങനെയാന്ന് അപ്പൊ കാണാം. കണ്ടറിയാലോ, ഇത് ലൈവായിട്ട് കണ്ടറിയാലോ. അപ്പൊ അറിയാം കാശിന്റെ പുറത്താണ് എങ്ങനെ മറയണേന്ന്. കണ്ടോ, കുറച്ച് കഴിയുമ്പോൾ ഒരു ഓർഡർ ഇടും. നോക്കിക്കോ, എല്ലാ തവണ അങ്ങനെ തന്നെയാ. സൗകര്യം തന്നാ മതി, വേറെ ഒരു സൗകര്യം വേണ്ട. ഞങ്ങൾക്ക് ഇത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇത് ഞങ്ങൾക്ക് കിടക്കാൻ ഒരു കിടപ്പിടം വേണം, അത് നിർബന്ധമാണ്. അല്ലാതെ ഞങ്ങൾക്ക് ഇവിടെ ഇറങ്ങിപ്പോകാൻ സാധ്യമല്ല. പുറമ്പോക്ക് സ്ഥലമാണ്. പുറമ്പോക്ക് സ്ഥലം അവിടെ നിന്ന് കണ്ടെത്തിട്ട് അവര് ഞങ്ങൾ പുറമ്പോക്ക് സ്ഥലത്തല്ല ഞങ്ങൾ കയ്യേറി കിടക്കുന്നതാണ്. ഞങ്ങൾക്ക് ജീവിക്കാം, ആർക്കും ജീവിക്കാം. ഞങ്ങൾക്ക് സ്ഥലം മേടിക്കാൻ കാശുണ്ട്. ഞങ്ങൾ ഈ പുറമ്പോക്കിൽ വന്ന് എടുക്കുക ഇല്ലില്ല. അപ്പൊ അതിനും അവര് നടപടി എടുക്കുക. പട്ടയം കൊടുക്കണ്ട്. ഇപ്പൊ ഒരാളെ പുറമ്പോക്ക് സ്ഥലത്തുനിന്ന് ഒരാളെ ഒഴിവാക്കണില്ല. ഇപ്പൊ അവർക്ക് പട്ടയം കൊടുത്ത് അവരെ സുരക്ഷിതാക്കാണ്. ആധാരം കൊടുത്ത് അവരെ സുരക്ഷിതാക്കാണ്. എന്തായാലും അനുജ, പ്രതിഷേധം തുടരുകയാണ്. ഈ അവർ സംസാരിക്കുന്നത് പോലെ തന്നെയാണ് കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത്. വലിയ തരത്തിലുള്ള ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.